സിന്ധു 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 ഉറങ്ങായിരുന്നു. എന്നോട് ദേഷ്യപ്പെട്ടിരിക്കുക. ഞാൻ ഭക്ഷണം എടുത്തു വെക്കാം. അവിടെ ഇരിക്കേ. എവിടെയായിരുന്നു ഇതുവരെ? ഞാൻ ഇവിടെ ഒറ്റയ്ക്കാന്ന് അച്ചേട്ടൻ അറിയില്ലേ? അതാണോ? ദേ ഇത് പിടിക്കേ, എന്നിട്ട് എത്രയുണ്ടെന്ന് എണ്ണി നോക്ക്. പിടിക്കുന്നേ. ആരുടെ ജീവന്റെ വിലയായത്? ഇതുവരെ ഞാൻ ആരെയും കൊന്നിട്ടില്ല. അതിന്റെ പേരിൽ ഒരു ചില്ലിക്കാശ് വാങ്ങിയിട്ടുമില്ല. മനസ്സിൽ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ലായിരുന്നു. ഇപ്പോ ജീവിക്കണമെന്നൊരു തോന്നൽ. ദൂരെ എവിടെയെങ്കിലും പോയി കുറച്ച് സ്ഥലം വാങ്ങണം. എന്നിട്ടതിൽ ചെറിയൊരു വീടുണ്ടാക്കണം. അവിടെ നീയും നമ്മുടെ കുഞ്ഞും പിന്നെ ഞാനും. എന്താ? വേണം, എല്ലാം വേണം. പക്ഷെ അതൊക്കെ നേരായ മാർഗത്തിലൂടെ സമ്പാദിച്ച പണം കൊണ്ടായിരിക്കണം. അച്ചേട്ടന്റെ കയ്യിൽ നോട്ടുകെട്ടുകൾ കാണുന്നത് തന്നെ എനിക്ക് പേടിയാ. ഓരോ സ്ത്രീകളും അവരുടെ ഭർത്താക്കന്മാര് രാവിലെ ജോലിക്ക് പോകുമ്പോ വൈകുന്നേരം തിരിച്ചു വരും എന്ന് ഉറപ്പോടെയാ കാത്തിരിക്കുന്നത്. പക്ഷേ അച്ചേട്ടൻ ഇവിടുന്ന് ഇറങ്ങിപ്പോയാൽ തിരിച്ചു വരുന്നുള്ളതിന് എനിക്കെന്താ ഒരു ഉറപ്പ്? വേറെ എന്തെല്ലാം ജോലികളുണ്ട് ഈ നാട്ടിൽ. എന്ത് ജോലിയും ചെയ്യാനുള്ള ആരോഗ്യം എന്റെ അച്ചേട്ടനുണ്ടല്ലോ. എന്നെയും എന്റെ വയറ്റിൽ വളരുന്ന നമ്മുടെ കുഞ്ഞിനെ ഓർത്ത് ഇനി ഇങ്ങനെയുള്ള ജോലിക്കൊന്നും പോകരുത്. എല്ലാം അവസാനിപ്പിക്കണം, എല്ലാം. നമുക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞ് അവനെ നന്നായി വളർത്തണം, വലിയവനാക്കണം. ഇനി ഇതിനൊന്നും പോവില്ലെന്ന് എന്നോട് സത്യം ചെയ്. എല്ലാം ഇന്നോടെ നിർത്തിയെന്ന് സത്യം ചെയ്. ഈ കൈ മതി. ഈ പണി ഇങ്ങനെ പോയി നമ്മുടെ ഓയിൽ സീൽ തല്ലുട്ടോ. എടാ, ഇതൊക്കെ ആദ്യം ബുദ്ധിമുട്ടായിട്ട് തോന്നുക, പിന്നെ പരിചയമായിക്കോളും. അതിനാള് ജീവിച്ചിരുന്നിട്ട് വേണ്ട പരിചയം. എന്തിനാ അത് പൊക്കണേ? അതവിടെ നോട്ടേ. എന്താ എടുക്കണ വലിയ കാര്യം. ഞാൻ പൊക്കും. ഞാൻ പൊക്കാൻ പറ്റില്ല. അതെ, ഒന്ന് വേഗം കൊണ്ടുപോവാ. വിശന്ന് കുടല് കരിയുന്നു. എന്തൊരു ധൃതിയായത്. എല്ലാം റെഡി. എല്ലാം റെഡിയാണ്. എന്തോന്ന്? അച്ചേട്ടാ, അപ്പോഴേക്കും തുടങ്ങിയോ? കൊണ്ടാ, ഞാൻ വിളമ്പി തരാം. നീ ഇരിക്കെ. അച്ചേട്ടൻ കഴിക്കേ, എന്നിട്ട് ഞാൻ കഴിക്കാം. മതി മതി, നീ ഇവിടെ ഇരിക്കെ. സാമ്പാർ മതി. എന്താ? ഒന്നുമില്ല. എന്താ ചേട്ടാ? ഒന്നുമില്ല. നോക്കട്ടെ. ഒന്നുമില്ലെന്ന് പറഞ്ഞു. നോക്കട്ടെ, കാണിക്ക്. ചെയ്ത് ശീലമില്ലാത്ത പണിയായതുകൊണ്ടാ. എല്ലാം ഞാൻ കാരണമല്ലേ? വേണ്ട, ഇനി അച്ചേട്ടൻ ഈ ജോലിക്ക് പോണ്ട. ഏയ്, അതൊന്നും സാരമില്ലെന്നേ. എന്തൊക്കെ പറഞ്ഞാലും അധ്വാനിച്ച് ജീവിക്കാന്നൊക്കെ പറഞ്ഞ അതൊരു സുഖ. അത് മറ്റാർക്കും വേണ്ടിയല്ലോ, നമുക്ക് വേണ്ടിയല്ലേ. സിന്ധു, ദാ വരുന്നു. വേഗം കൊണ്ടുപോവാ, സമയം പോയി. വരട്ടെ. പിന്നെ പകല് പോത്തിനെ പോലെ ഉറങ്ങിക്കരുത്. ദേ എനിക്കൊന്നുമില്ല.
സിന്ധു അല്ലേ? നീയാണല്ലേ ഇവന്റെ ജീവിതം മാറ്റിയെടുത്തത്? കൊള്ളാം. നാളെയാ അവിശ്വാസ പ്രമേയം. ഇന്ന് തന്നെ MLA-മാരെ പൊക്കിയില്ലേ, പ്രശ്നം വഷളാകും. ഉം. ഇതാ എന്താ ഇത്? ഞാൻ വാങ്ങിച്ച കാശ് ഇന്ന് അവിടെ എത്തിക്കണം വിചാരിച്ചതാ. ഞാനെല്ലാം നിർത്തി. നിർത്തിയോ? കാശ് വാങ്ങുമ്പോൾ അത് പറഞ്ഞില്ലല്ലോ. അപ്പൊ വാങ്ങാൻ തോന്നി, ഇപ്പൊ തോന്നി വേണ്ടെന്ന്. ഇനി മുതൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും എന്നെ വിളിക്കരുത്. അച്ചൂട്ടി എന്താ പുണ്യാളനാകാൻ പോവുക? ഒരു ഗുണ്ട എത്ര നല്ലവനായി ജീവിക്കാൻ ശ്രമിച്ചാലും ഗുണ്ടയായിട്ട് മാത്രമേ അവൻ ഈ ലോകം കാണൂ. മനസ്സിലായോ? ലോകം അത് കുറെ കണ്ടവനായി അച്ചൂട്ടി. ഞാൻ എന്ത് ചെയ്യണം, എങ്ങനെ ജീവിക്കണമെന്ന് എന്നെ ആരും പഠിപ്പിക്കണ്ട. മനസ്സിലായോ? സേതുരാമയ്യർ ആരെയും ഒന്നിനും നിർബന്ധിക്കാറില്ല. നിന്റെ മാറ്റം, പുതിയ ജീവിതം, സർവേശ്വരൻ നിന്നെ അനുഗ്രഹിക്കട്ടെ. കുളിച്ച നന്നായി തോർത്തണമെന്ന് എത്ര പ്രാവശ്യം പറഞ്ഞാലും കേക്കില്ല. ഇവിടെ ഇരുന്നേ, ഇരിക്കെ. മതി ഇരിക്കാൻ. എന്താ അച്ചോട്ടാ ഇത്? ഞാൻ എന്റെ മോനെ മുമ്പ് വെച്ചതല്ലേ. ദേ അച്ചോട്ടാ, കുറച്ച് കൂടുന്നുണ്ട്. അത് ശരി. ആ അതെ, ശാന്തയെടുത്ത് ഗുരുവായൂർക്ക് ഒരു നേർച്ച നേർന്നിട്ടുണ്ട്. നേർച്ച നമ്മുടെ കുഞ്ഞിന്റെ ചോറൂണ് ഗുരുവായൂർ വെച്ച് നടത്തണമെന്ന്. നടത്തിക്കളയാ. ആ പിന്നെ ഒരു കാര്യം ചെയ്യാം, 2 ദിവസം മുമ്പേ നമുക്ക് ഗുരുവായൂർക്ക് പോവാം. അതെന്തിനാ? അല്ല, കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ ഇതുവരെ എങ്ങും പോയില്ലല്ലോ. നമ്മുടെ കുഞ്ഞിന്റെ ചോറൂണ് മാത്രമായിരിക്കില്ലെന്ന്. നീയും നമ്മുടെ മോനും ഞാനും ഒക്കെ കൂടിയുള്ള ഒരു മധുവിധു യാത്ര. ഈ അച്ചോട്ടിന്റെ ഒരു കാര്യം, കുഞ്ഞിനെയും കൊണ്ടാണോ മധുവിധു യാത്ര? എന്താ കുഴപ്പം? എന്താ ഇവിടെ ആരും ഇല്ലേ? ആരും വിളിക്കുന്നു. മോളു, നാളെ മോളുടെ ചോറൂണാ, അതിന് ക്ഷണിക്കാൻ വന്നതാ. ഇവിടെ ഇല്ലേ? ഉണ്ട്, വാ. ഞാനിപ്പോ വരാവേ. അച്ചോട്ടാ, മോളുടെ ചോറൂണ നാളെ. നിങ്ങൾ രണ്ടുപേരും കൂടി വരണം. നിന്റെ ഈ കൈ ഒടിഞ്ഞു പോകത്തേ ഉള്ളൂ ദുഷ്ട. എന്താ വരില്ലേ? ദേ, വന്നില്ലെങ്കി നിങ്ങളുടെ കൊച്ചിന് ചോറൂണിന് ഞങ്ങളും വരില്ല കേട്ടോ. വരട്ടെ. നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ചായ. അയ്യോ വേണ്ട, ഇനിയും 2-3 വീടുകൾ ക്ഷണിക്കാനുണ്ട്, പിന്നീടാവാം. ശരി. അച്ചോട്ടാ, സിന്ധു, അയ്യോ എന്തായി കാണിക്കുന്നേ? നിന്റെ തലയിൽ ഇടുത്തി വീഴും, ലോറി ഇടിച്ച് ചാകും, തെമ്മാടി, തെണ്ടി എന്നൊക്കെ പറഞ്ഞ് എന്നെ ശപിച്ചിട്ടുള്ളവർ ഇന്ന് എന്നെ വന്ന് അവരുടെ വീടുകളിലേക്ക് ക്ഷണിക്കുന്നത് കാണുമ്പോ എനിക്ക് സിന്ധു, നീ എന്റെ ജീവിതത്തിലേക്ക് കയറി വന്നോടെ എല്ലാവരും എന്നെ ഒരു മനുഷ്യനായി കാണാൻ തുടങ്ങിയത്. എന്റെ ഈ ജന്മം മുഴുവനും നിന്നോട് ഞാൻ കടപ്പെട്ടിരിക്കുക. എന്താ അച്ചോട്ടാ ഇത്? കൊച്ചുകുട്ടികളെ പോലെ.